ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇതെൻ്റെ രണ്ടാമത്തെ ലെങ്തി വീഡിയോ കേട്ടോ ഗൈസ്. ഒന്നാമത്തെ ലെങ്തി വീഡിയോ എന്താ വെച്ചാൽ യൂട്യൂബ് തുടങ്ങാൻ പോവുകയാണ് ഗായ്സ് എന്നും പറഞ്ഞുകൊണ്ട് 2 മാസം മുന്നേ എങ്ങാണ്ട് ഞാൻ ഇട്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ലെങ്തി വീഡിയോ ഇടുന്നത്. അച്ഛൻ ഇടാൻ തോന്നിയത് ഇപ്പോഴാണ്, മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. 2 ഡേയ്സ് ഇല്ല എങ്ങനെയായിരുന്നു എന്നുള്ളതാട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ രാവിലെ എണീറ്റ് പഠിച്ചത് എന്താ വെച്ചാൽ ടു ഡു ലിസ്റ്റ് ചെയ്യും. ടു ഡു ലിസ്റ്റ് ചെയ്യുക വെച്ചാൽ എല്ലാവരും അന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് എഴുതൽ. പക്ഷെ ഞാൻ കൂടുതലും ഇപ്പോൾ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം വരുന്നുണ്ട്. സോ എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് കേട്ടോ ഞാൻ എഴുതി വെക്കാറ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ടിക്കിടുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ ഇന്ത്യൻ പൊളിറ്റി ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ പഠിച്ചല്ലേ പറ്റുള്ളൂ. ടഫാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ബ്രഷ് ചെയ്ത് കൊണ്ട് നേരെ അത് പഠിക്കാനിരുന്നു. കാരണം രാവിലെ പഠിച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നന്നായിട്ട് എനർജിയോട് പഠിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അത് പഠിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇരുത്തൊക്കെ മാറ്റുന്നുണ്ട് കുറേ കഴിഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി വരുന്നുണ്ട്, എൻ്റെ മൈൻഡ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മെല്ലെ നിർത്താൻ തുടങ്ങിയിട്ടോ. അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ നേരെ പോയി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളേ അല്ല കേട്ടോ ഗൈസ്. ഞാൻ തീരെ സ്കിൻ കെയർ ചെയ്യാറില്ല. അപ്പോൾ ഇത് വീഡിയോയിൽ എടുക്കണ്ടല്ലോ എന്ന് മാത്രം കൊണ്ട് ഞാൻ പൊട്ടിട്ടിക്കുക, വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൊട്ടിടൂല, ഒരു സ്കിൻ കെയറും ചെയ്യില്ല. അത് മടിയുള്ളതുകൊണ്ട് കേട്ടോ. അല്ലാതെ സ്കിൻ കെയർ അയ്യോ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ഇത് പറഞ്ഞതല്ല, എനിക്ക് മടിയാണ്. പിന്നെ കുറച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടെ ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ. പിന്നെ ഇന്ന് അടിച്ചു വരി തുടയ്ക്കുന്നത് നിൻ്റെ പണിയായിരുന്നു ഗൈസ്. അപ്പം അതിന് ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ആ വീഡിയോ ഞാൻ കട്ടക്കില്ല. അടിച്ചു വരി തുടയ്ക്കും എൻ്റെ അമ്മ ചെയ്യണം നോക്കുക. കൊതുകിനെ തല്ലിയാണ്, പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്താ അമ്മയാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ഒക്കെ ചെയ്യാം. പുള്ളിക്കാരി കൊതുരപ്പടിയിൽ ധൃതിയിലായിരുന്നു. അതിനുശേഷം കുളിച്ച് വിളക്ക് വെച്ചു. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു രാവിലെ ഒരു മെനല്ലല്ലോ, ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഓരെന്താ വിചാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ കടയിൽ മുടിയൊക്കെ കെട്ടി പഠിക്കായിരുന്നു. പഠിച്ചതിന് ശേഷം എല്ലാതും ഇങ്ങനെ ടിക്കിടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ഗൈസ്. അത് ഭയങ്കര വേറെ ലെവലാണ്. അപ്പോൾ ആ ദിവസം അതോടുകൂടെ കഴിഞ്ഞു. പിറ്റേ ദിവസം എന്താ വെച്ചാൽ പ്രൊഡക്റ്റീവ് ആവണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ഞാനായിരുന്നു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചൂടോടെ ചായ കുടിക്കണം എന്നല്ലോ ആലോചിച്ചിട്ട് ഞാൻ കട്ടൻ ചായ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഠിക്കുന്നതിന് മുന്നേ കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കാറ്. അപ്പം ഞാൻ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുക്കല്ല, പക്ഷെ കട്ടൻ ചായ ഉണ്ടാക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അടിപൊളിയാവും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. എന്നിട്ട് മറ്റേ ഈ മിക്സ്ചറും കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തോ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അമ്മ വന്നപ്പോൾ നേരം വൈകി. അപ്പോൾ അമ്മ എനിക്ക് കിച്ചണിൽ സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സാമ്പാറിനുള്ള മറ്റേ ഇതുണ്ടല്ലോ തേങ്ങ, അത് ഞാൻ കുറച്ച് നേരം വറുത്ത് കൊടുത്തുട്ടാ. അപ്പോൾ ഇതുവരെ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പ്രൊഡക്റ്റീവ് ആവണമെന്നും പറഞ്ഞ് പിറ്റേ ദിവസം ഫുള്ള് അടുക്കളയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ പിന്നെ അതിലേക്ക് ഇതൊന്നും ഇല്ല കേട്ടോ, റിഗ്രറ്റ് ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മേനെ സഹായിക്കാനല്ലേ. പിന്നെ ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇരുന്നില്ല. ഇത് തീരെ പ്രൊഡക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പഠിക്കായിരുന്നു. GK പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്സും ഇംഗ്ലീഷും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത പൊളിറ്റി, GK, ഹിസ്റ്ററി സാധനങ്ങളാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ മാത്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് തീരെ പറ്റില്ല. പിന്നെ വൈകുന്നേരം വിളക്ക് വെച്ചാൽ ദിവസമുള്ളൊരു ഞങ്ങളുടെ ഒരു റുട്ടീനാണ്. എന്താ അറിയോ, ചന്ദനത്തിരിയും സാമ്പ്രാണി ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഇതാട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പ്രാണിയുടെയും ചന്ദനത്തിരിയുടെ മണം കണ്ട് നല്ല മഴയില്ലമ്മ. എന്താണ് ഈ മണ്ണിനെ പറ്റി പറയാനുള്ളത്? ഞാൻ എൻ്റെ മോളും ഡ്രസ് കോഡ് ഞങ്ങളൊന്നും അഭി കറക്റ്റ് ടൈമിൽ വിളിക്കണം. അപ്പൊ ഞങ്ങളൊന്നും ഒരേ കളർ കോഡാണ് ഗൈസ്. പേരും മഴ കണ്ട ഇടിയൊക്കെ വരും. ഇന്ന് കാർത്തികയാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ കാർത്തിക ദീപം തെളിയിക്കാറില്ല, പക്ഷെ എൻ്റെ തറവാട്ടിലും തെളിയിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒടുക്കത്തെ കാറ്റും മഴയും. ഇന്നിപ്പോൾ കറക്റ്റ് ഈ സന്ധ്യാസമയത്താണല്ലോ നമ്മൾ ദീപം തെളിയിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇടിയും മിന്നലും മഴയൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ ഒരു തെളിയിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ക്യൂട്ട്നെസ് ഇട്ട് വാരും മെഴുകാണ് ഗൈസ്. മൈൻഡ് ആക്കണ്ട, നമുക്ക് പഠിക്കാം.
പിന്നെ ഫുള്ള് പഠിത്തിരുന്നു കേട്ടോ. പഠിത്തത്തോട് പഠിത്തം. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ പ്രൊഡക്റ്റീവ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് നന്നായിട്ട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം അടുത്താണ് എക്സാം കിട്ടുക ഗൈസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രഷറുണ്ട്. എന്നാൽ പ്രഷറില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ഞാൻ ഇതൊക്കെ ടിക്കിട്ടപ്പോൾ ഒരു സമാധാനമായി. കുറച്ച് ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.